തീർച്ചയായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഏകപക്ഷീയമായി അമേരിക്ക ചില തീരുമാനങ്ങളെടുത്താൽ അത് നികുതി അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തുന്ന കാര്യങ്ങളാണെങ്കിലും അതിന് മറ്റ് ബദൽ മാർഗങ്ങളുണ്ട്. അമേരിക്കയുടെ ഒരു ഏകാധിപത്യത്തിൻ്റെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ ഒരു ലോകക്രമത്തിൽ നിന്ന് ലോകം മാറുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇങ്ങനെ അമേരിക്ക ഏകപക്ഷീയമായ നടപടിയെടുത്തപ്പോൾ അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ മുഖം കൊടുക്കാതെ നമ്മൾ ചൈനയും റഷ്യയും ഇന്ത്യയും അതുപോലെ മറ്റ് കുറേയധികം രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ളൊരു സംഘടനയുടെ 25ാം സമ്മേളനത്തിൽ പോവുകയും അവിടെ ഒരു ബഹുധ്രുവ ലോകത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെന്നും അതുപോലെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് തിക്ത അനുഭവങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും, ഇറാൻ വരെ ഇതിൽ അംഗമാണ്. അപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ബദൽ നീക്കം അല്ലെങ്കിൽ ഒരു ബദൽ സാധ്യത തേടുന്ന ഒരു വേദിയായിട്ടാണ് മിക്ക നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ ഇതിൽ വന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഒരു ബദൽ രാഷ്ട്രീയമായ ഒരു ബദൽ സംവിധാനം, ഒരു ബഹുധ്രുവ ലോകം, അമേരിക്കയുടെ ഏകധ്രുവ ലോകത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ബഹുധ്രുവ ലോകത്തിനുള്ള സാധ്യതകൾ ആരായുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ ഇടയിലുള്ള വളരെ സങ്കീർണമായ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റുമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സാധ്യതകൾ ഇവിടെ ആരായിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഈ ഷങ്കായി കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്കയുടെ മേധാവിത്വത്തിനെതിരെ, പ്രത്യേകിച്ചും മധ്യ ഏഷ്യയിലുള്ള അമേരിക്കയുടെ മേധാവിത്വത്തിനെതിരെ ചൈനയും റഷ്യയും പ്രധാനമായും രൂപം കൊടുത്തൊരു സംഘടനയാണ്. അപ്പം അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ പോരാടുക എന്നുള്ളത് ഷങ്കായി കോർപ്പറേഷൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിന് ആദ്യഘട്ടങ്ങളിൽ ചൈനയും റഷ്യയും ഒക്കെയാണ് നേതൃത്വം കൊടുത്തിരുന്നത്. ഇന്ത്യ തുടക്കം പിന്നീട് ചേർന്നു. അപ്പം അതിൽ ഇന്ത്യക്കൊരു പങ്കുണ്ട്. ആ ഒരു സാധ്യത ഒന്നും കൂടെ മുതലാക്കുവാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുവാനുള്ളൊരു അവസരം ഇവിടെ സംജാതമായിട്ടുണ്ട്. അത് രാഷ്ട്രീയ വശത്ത്. അതുപോലെ തന്നെ ഇതൊരു മറ്റൊരു ബദൽ മാർഗമാണോ എന്ന ചോദ്യത്തിന്, ഒരു ലോകക്രമമാണോ, നമ്മൾ എപ്രകാരം അതിനെ കൈകാര്യം ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ വ്യാപാരം ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഞാൻ അമേരിക്കയുമായി എന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് ഇത് ട്രംപുമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് കൂടുതൽ ഇതിനെ വിവരിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ ഒരു പ്രധാനപ്പെട്ട ലേഖനമുണ്ടായിരുന്നു. അതിൽ സൂചിപ്പിച്ചത് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദിയുമായി നടത്തിയ ചർച്ചയിൽ തങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിച്ചതെന്നും ആ മധ്യസ്ഥത ഇന്ത്യ പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നമ്മൾ നാമനിർദ്ദേശം ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിടത്താണ് ഈ ബന്ധത്തിൽ നമ്മൾ വിചാരിക്കാതിരുന്ന ഒരു വഴിത്തിരിവുണ്ടായത്. അതിന് ഇന്ത്യ വിസമ്മതിക്കുകയും അത്തരത്തിലുള്ളൊരു മീഡിയേഷനിലൂടെ അല്ല ഈ പ്രശ്നം പരിഹരിച്ചതെന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ അറിയിക്കുകയും നമ്മൾ പരസ്യമായി അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവന നടത്തിയില്ലെങ്കിൽ കൂടിയും ഇത് ട്രംപിനെ വളരെ ചൊടിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നേതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള, സ്വേച്ഛാധിപരമായിട്ടുള്ള, സ്വകാര്യമായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ വിചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബന്ധങ്ങൾ മൊത്തം തകിടം മറിഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങളും അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തോ അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പം തീരുവ യുദ്ധത്തിൽ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ വേറൊരു ബദൽ മാർഗം വേണം. ഇപ്പോൾ ഷങ്കായി കോർപ്പറേഷൻ്റെ ചൈനയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഇവരെല്ലാം ഊന്നി പറഞ്ഞൊരു മേഖല, നമുക്ക് മറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വ്യാപാരം മെച്ചപ്പെടുത്തണം. ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു പ്രഖ്യാപിത നിലപാടായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമുക്ക് ഈ വ്യാപാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി വലിയ ഒരു മുന്നേറ്റത്തിന് സാധ്യതയില്ല എന്ന്. അതുകൊണ്ടാണ് 2020 ഗാൽവാനിലുണ്ടായ അതിർത്തി സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾ ചൈനയുമായിട്ട് ഒരു പരിധിവരെ നിർത്തിവെച്ചിരുന്നു. അവിടെ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക്, അവിടെയുള്ള കുറേ ആപ്പുകൾക്ക്, അതായത് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയയ്ക്കൊക്കെ നമ്മൾ ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രമേണ അതെല്ലാം നമ്മൾ കുറേശ്ശെ കൊണ്ടുവന്നു. അതിർത്തിയിൽ സംഘർഷത്തിന് അയവ് വന്നു. അങ്ങനെ സ്വാഭാവികമായി നമ്മൾ അതിർത്തി തർക്കങ്ങളിൽ കുടുങ്ങിക്കിടന്ന് സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്താതിരിക്കുന്നത് മണ്ടത്തരമാണെന്നുള്ളൊരു തിരിച്ചറിവ് കൂടി രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ന് അതുതന്നെയാണ് ചൈനീസ് പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമൊക്കെ റഷ്യൻ പ്രസിഡൻറ്റുമൊക്കെ പറഞ്ഞത്. നമ്മൾ വ്യാപാരത്തിലൂടെയുള്ള ഒരു ശക്തമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഈ ഏകധ്രുവ ലോകത്തിന് ഒരു മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരെല്ലാം ഊന്നി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ബഹുധ്രുവ ലോകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചൈനീസ് പ്രസിഡന്റ്
പ്രസിഡന്റ് പറഞ്ഞത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ശീതസമരത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്നും അവിടെ ഏകാധിപത്യമല്ല, ലോകത്ത് സ്ഥിരതയും സമാധാനവും കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായിട്ടുള്ള സ്വേച്ഛാധിപരമായിട്ടുള്ള വിരട്ടലുകൾക്കല്ല സ്ഥാനം, മറിച്ച് സമാധാനത്തോടും സഹകരണത്തോടും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും ഉള്ള സന്ദേശം നൽകി. അതുപോലെ റഷ്യൻ പ്രസിഡന്റും പറഞ്ഞത് യുക്രൈനിലെ യുദ്ധത്തിൻ്റെ ഉത്തരവാദി താനല്ല എന്നും അത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഒക്കെ സ്വന്തമായിട്ടുള്ള ലാഭേച്ഛയുടെ അടിസ്ഥാനത്തിലുള്ള അധികാരമോഹത്തിൻ്റെ ഫലമാണെന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ വ്യാപാരത്തിലൂടെ കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നൽകിയത്. അവിടെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ ഡോളറിൻ്റെ ഒരു വലിയ ശക്തിയുണ്ട്. അതിന് പകരമായിട്ട് SCO ഉൾപ്പെടെ അല്ലെങ്കിൽ ബ്രിക്സ് പോലുള്ള മറ്റ് സംഘടനകളുമൊക്കെ ഡോളറിന് പകരമായിട്ട് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലും അല്ലെങ്കിൽ റഷ്യൻ റൂബിളിലും ചൈനീസ് യുവാനിലുമൊക്കെ നമുക്ക് എത്രമാത്രം വ്യാപാരം നടത്തുവാൻ കഴിയും, അങ്ങനെ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകുവാൻ കഴിയും, അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നതിലേക്ക് മറ്റഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഒത്തുചേരുന്ന വലിയ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ശരീരഭാഷയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം വന്ന പ്രസ്താവനകൾ, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഓരോ നിമിഷവും അവിടുത്തെ സംഭവവികാസങ്ങളെ വലിയ ഉത്സാഹത്തോടു കൂടിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് നേതാക്കളൊക്കെ അത് വലിയ വലിയ സന്തോഷത്തെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരഭാഷയും അവിടെ വന്ന പ്രഖ്യാപനങ്ങളുമൊക്കെ നമ്മൾ അത്തരത്തിലുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അമേരിക്ക നേതൃത്വം നൽകിയിരുന്ന അല്ലെങ്കിൽ ഏകാധിപത്യപരമായി ഒരു ഹെജിമണിക് ലോകക്രമത്തിന് മാറ്റം വരുവാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിക്കുവാനുള്ള ശ്രമമാണ് ഈ മൂന്ന് രാജ്യങ്ങളും, പ്രത്യേകിച്ച് മറ്റ് ഒരുപാട് രാജ്യങ്ങൾ ഇതിനോടൊപ്പം ഉണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് ഈ സമ്മേളനത്തിലെടുത്തതെന്നാണ് പ്രാഥമികമായി പറയാൻ കഴിയുന്നത്.